ഒറ്റ അടിയെന്ന് തോന്നിട്ടല്ലോ. എങ്ങനെയുള്ള പോണേ? കുട്ടികളെ എങ്ങനെ വളർത്തണ്ടേ? കുട്ടികളെ സ്നേഹത്തോടെ വളർത്തണം. അല്ല, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്നേഹം എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ കേട്ട് അത് ചെയ്തു കൊടുക്കുക, ആദ്യം വഴക്ക് പറയാതെ അവരെ അടിക്കുക. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ അക്രമം കാണിച്ച കുട്ടികളും സിഗരറ്റ് വലിക്കുന്ന കുട്ടികളും എണ്ണ ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ വളരെ നീറ്റായിട്ട് അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കുന്ന കുട്ടികളുണ്ട്. എന്തുകൊണ്ട്? കാരണം മാതാപിതാക്കളും കുറേയൊക്കെ ഇതിനകത്ത് ഭാഗമാക്കാണ്. അതായത് എങ്ങനെയാണ് ഇപ്പം ഇനിയിപ്പം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളുണ്ട്. അവൻ പേടിയാ, അവൻ കുഞ്ഞായി, പക്ഷെ അവന് പേടിയാ. നമ്മൾ ഇപ്പം ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ചിലപ്പോൾ 5ാം ക്ലാസ്സിലെ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും അവൻ്റെ വിരത്തുമ്പിൽ കിട്ടും. അപ്പോൾ ഇവനെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? സ്നേഹം കൊണ്ട് നമുക്ക് ആരും കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. കുട്ടികളോട് വളരെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് ഒരു ഫ്രണ്ടായി, അതിൻ്റെ ഒരു നല്ല ഫ്രണ്ടായി നിന്നുകൊണ്ട് അതിൻ്റെ വശങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഒരു കുട്ടിയും വഴിതെറ്റി പോകില്ല. അപ്പോൾ പണ്ട് ഞാൻ ഈ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഒരു ഉദാഹരണം കാണിക്കാറുണ്ട്. ഒരു പുതിയ വീട്ടിൽ താമസം, ഒരു അയൽപ്പക്കത്ത് പുതിയൊരു വീട്ടിൽ വാടകയ്ക്ക് വന്നാണ്. അപ്പോൾ അവിടെ എത്തിയ ഉടനെ കുട്ടി അടുത്ത പറമ്പിലേക്ക് ഓടി പോവുക. ചെറിയ കുട്ടി ഉടനെ അവിടെ ഒറ്റ അടിയെന്ന് തോന്നിട്ടല്ലോ. എങ്ങനെയുള്ള പോണേ? അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്, അതിനെ പോയി ചാടിയാലോ. കുട്ടി ആകെ സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്. കയറി പോടാത്തേക്കെന്ന് പറഞ്ഞാൽ കുട്ടിയാ കയറി പോകണം. ഇതൊരച്ഛനാണ്. പക്ഷേ ഈ അച്ഛന് ഇങ്ങനെയാവാ, എടാ മോനെ അങ്ങോട്ട് പോരുതിട്ടാ, അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്, അതിനകത്തേക്ക് വീണ് പോയി അച്ഛനും മോനുണ്ടാവും എടാ, അങ്ങോട്ട് പോരുതിട്ടോ, കൂട്ടുകാരോടൊക്കെ പറയണം അവിടേക്കൊന്ന് പോയി കളിക്കരുതെന്ന്. ഇങ്ങനെ പറഞ്ഞാൽ കുട്ടി ആ ദേശത്തേക്ക് പോവില്ല. ആ തിരിച്ചു വരുന്ന കുട്ടീനെ തോളത്ത് തട്ടി ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് വിട്ടു കഴിഞ്ഞാൽ അവന് കാര്യം മനസ്സിലാവും. ഇതാണ് ആ രണ്ട് വ്യത്യാസം, ആറ്റിറ്റ്യൂഡാണ്. ചില അച്ഛന്മാർക്ക് അങ്ങനെ പറയാൻ അറിയില്ല. ഇപ്പം ചില വീടുകളിലൊക്കെ കുട്ടികളെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ അത് അച്ഛൻ വരുന്നു എന്ന് പറയുമ്പോഴേക്ക് കുട്ടികളാകെ ഇതെടുത്ത് പിന്നെ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി പുസ്തകം എടുത്ത് പേടിയാണ്. അച്ഛനെന്ന എന്തിനാ അച്ഛനെ പേടിക്കണത്? സ്നേഹനിധിയായ അച്ഛനെ എന്തിനാ പേടിക്കണത്? അങ്ങനെ പേടി ഉണ്ടാക്കരുത്. അച്ഛൻ വരുന്നു പറയുമ്പോൾ എവിടെ അച്ഛൻ? അച്ഛാ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റണം കുട്ടികൾക്ക്. അച്ഛനും അങ്ങനെ തന്നെ കയറി വരണം. എന്താ മക്കളെ പഠിക്കാനൊന്നുമില്ലടാ, അച്ഛൻ എത്ര നേരം പഠിക്കായിരുന്നു അച്ഛാ, അപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് മൊബൈൽ കാണുമായിരുന്നു അല്ലെങ്കിൽ TV കാണുമായിരുന്നു എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഞാൻ അധ്യാപകനായി കുറേ കാലം വർത്തിച്ച ആളാണ്. എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, കഴിയുന്നത്ര കുട്ടികളെ അടിക്കാതെ വളർത്തുക. ഇപ്പം ഞാനൊരു സ്കൂളിലെ മൊത്തം ടീച്ചേഴ്സിന് ക്ലാസ് എടുത്ത ഒരാളാണ്. ഞാൻ ഒരു 600ഓളം ടീച്ചേഴ്സിനെ ഒരുമിച്ച് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നോട് ആ സ്കൂളിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആൾ പറഞ്ഞത്, വിനോദ്, ഞങ്ങളുടെ സ്കൂളിൻ്റെ ചട്ടപ്രകാരം കുട്ടികളെ അടിക്കാൻ പാടില്ല, കുട്ടികളോട് കണ്ണുരുട്ടാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇവിടെ ചില ടീച്ചർമാരൊക്കെ അത് തെറ്റിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവരെ ആണ് വിനോദിന് തരുന്നത്. അപ്പം ഞാൻ അവരോട് വളരെ മനോഹരമായിട്ട് കുട്ടികളെ കയ്യിലെടുക്കുന്നത്, ഹൗ ടു ഡീൽ, കുട്ടികളെ മനോഹരമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാമെന്നുള്ള കാര്യമാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത്. ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാ ടീച്ചേഴ്സും വന്നിട്ട്, സാറേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൈ തരിക്കാറുണ്ട്, പക്ഷേ ഇന്ന് മുതൽ ഞാൻ വടിയെടുക്കില്ല സാറേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കുട്ടികളെന്നല്ല, അപ്പോൾ ഒരു ഭാര്യയെ ഭർത്താവ് തല്ലുക എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ദേഷ്യം പിടിച്ച് തല്ലുക, ഒരു ഭാര്യയ്ക്കും സഹിക്കില്ലല്ലോ. ഒരു ഭാര്യയ്ക്കും സഹിക്കില്ല. പക്ഷെ അത് സ്നേഹത്തോടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതാണ്. അത് കുട്ടികളെന്ന് മാത്രമല്ല, എല്ലാവരുടെ കാര്യം, മനുഷ്യരുടെ അല്ല പൊതുവേ. ഈ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണമെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ചില ആക്ടറായിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? പല കാര്യങ്ങൾ. ഒബ്സർവേഷനാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്കുള്ളൊരു കാര്യം, എന്നെക്കുറിച്ച് ടീച്ചേഴ്സും എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറയും. ഞാനൊരാളെ ഒറ്റ തവണ കണ്ടാൽ മതി അയാളെ അനുകരിക്കും. ഞാൻ എൻ്റെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചർമാർ ക്ലാസ്സിൽ ടീച്ചർ വന്ന് ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ടീച്ചർ അങ്ങോട്ട് കിടന്നിട്ടുണ്ടാവുള്ളൂ. ഉടനെ ഞാൻ ടീച്ചറുടെ ആ സ്റ്റാൻഡിലെത്തിയിട്ട് ഞാൻ ടീച്ചറെ അനുകരിച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും. കുട്ടികളൊക്കെ കൈയടിക്കും. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു അധ്യാപകനെ അനുകരിച്ചതിൻ്റെ പേരിൽ എന്നെ പുറത്താക്കിയിട്ടുണ്ട്. കാരണം അയാളത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തില്ല. അപ്പോൾ അത് ആളുകൾ മാത്രമല്ല, പല രീതിയിലും നമുക്ക് ഒബ്സർവേഷനുണ്ട്. പല രീതിയിലും ബസ്സിലും ട്രെയിനിലൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ടർമാരെയും ഡ്രൈവർ ഇതൊക്കെ നമുക്ക് മറിമായത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടതാണ്. അതുപോലെ തന്നെ ചേട്ടനോട് കാണുമ്പോൾ ചോദിക്കണമെന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഈ പറഞ്ഞ മറിമായം എന്ന് പറയുന്ന ആ പരിപാടിയിലൂടെ ഹിറ്റായെങ്കിലും ആ സ്ലാങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
ആ ഒരു ക്യാരക്ടറിനെ അത്ര റീച്ചിലേക്ക് എത്തിക്കാൻ. പക്ഷേ ബിസിൽ ചേട്ടൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചതാണ് ചേട്ടൻ്റെ അടുത്ത്, ഈ പറഞ്ഞ പോലെ അതൊരു ഈ ചേട്ടൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ചേട്ടൻ അങ്ങനെയാണല്ലോ സംസാരിക്കേണ്ടത് എന്നൊരു കാര്യം കേട്ടിട്ടുണ്ടോ? അത് മറുമായത്തിൽ മാത്രമല്ല, എൻ്റെ MAT മൂസ അതിലും അത് തന്നെയാണ്. ഞാൻ തനി കൊളോക്കിയൽ കോഴിക്കോടൻ ഭാഷയാണ് പറയണത്. മറുമായത്തിൽ കുറച്ചുകൂടി സ്റ്റാൻഡേർഡാണ് മൊയ്തു. പക്ഷേ MAT മൂസ എന്ന് പറഞ്ഞാൽ അയാൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അയാൾ അങ്ങനെ പൊയ്ങ്ങ പയം എന്ന് പറയുന്ന ഒരാളാണ്. മയത്ത് കുടല്ലാണ്ട് പോണ്ട, വണ്ടി കഴിച്ചിലായിക്കുക എന്നൊക്കെ പറയുന്ന ഒരാൾ. അത് കഥാപാത്രമാണ്. MAT മൂസ എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ്സുകാരനാണ് അത് പറയണത്. മറുമായത്തിൽ മൊയ്തു പറഞ്ഞാൽ ഒരു കോഴിക്കോടൻ സ്ലാങ് സംസാരിക്കുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അതിലേക്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ കോഴിക്കോടൻ ഭാഷ സംസാരിക്കണം. ഭാഷകളുടെ ഒരു സമ്മേളനമാണ് മറുമായം. പാലക്കാടൻ ഭാഷ, തൃശ്ശൂർ ഭാഷ, ട്രിവാൻഡ്രം ഭാഷ, കാസർഗോഡ് ഭാഷ, ഇതെല്ലാം കൂടി സമ്മേളിക്കുമ്പോഴേ ആളുകൾക്ക് ഇതൊരു നല്ല വിഭവമായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് കോഴിക്കോടൻ ഭാഷ സംസാരിക്കും. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ നിത്യജീവിതത്തിൽ കോഴിക്കോടൻ ഭാഷ പറയാറില്ല. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കോഴിക്കോടൻ ഭാഷയാണ്. ആളുകൾ ചോദിക്കത്തില്ലേ? ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫിലൊക്കെ ചെല്ലുമ്പോഴാണ്, ഗൾഫിലൊക്കെ ആളുകൾ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി ചെല്ലുമ്പോൾ ആളുകൾ വന്ന് ഹലോ എവിടെയാണ് നമ്മുടെ അക്കോമഡേഷനൊക്കെ എവിടെയാണ്, നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് പോണേ? അപ്പോഴേക്കും ആള് ഇയാളല്ലോ എങ്ങനെയല്ല, അല്ല നിങ്ങൾ മറ്റേ മാതിരിയല്ലേ സംസാരിക്കുക. അപ്പോൾ അവർക്ക് ആ സംസാരം വേണം. എവിടെയാണ് നമ്മളെ ഹോട്ടൽ, എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹാപ്പി. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ കഥാപാത്രമാകുമ്പോൾ മാഷ് മാത്രമേ ഉള്ളൂ മാഷേ. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ വിനോദ് കൗരയായിട്ടാണ് സംസാരിക്കുന്നത്. ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. ഞാനവിടെ പോയി കുട്ടികളെടുത്ത് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എന്നെ അളക്കൂല്ലേ. അപ്പോൾ നിത്യജീവിതത്തിൽ നമ്മൾ വള്ളുവനാടൻ ഭാഷ സംസാരിക്കണം. ഒരിക്കലും ഒരാൾക്കും എന്നെ പിടിക്കാൻ പറ്റില്ല. പക്ഷേ ക്യാരക്ടർ ആകുമ്പോൾ നമ്മൾ കോഴിക്കോടൻ ഭാഷ പറയും, തൃശ്ശൂർ ഭാഷ പറയും, നമുക്ക് പറ്റാവുന്ന ഭാഷകളൊക്കെ പറയും.